എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണം. ചെമ്പരത്തിയിലൊക്കെ നല്ല പൂക്കളെല്ലാം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ധാരാളം മുട്ടുകളുമുണ്ട്. DAP, NPK, പിന്നെ നമ്മുടെ ജൈവവളങ്ങൾ, അങ്ങനെ ഞാൻ കാണിക്കുന്ന വളങ്ങളൊക്കെ തന്നെയാണ് അവർക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത്. സാധാരണ ഒരു ഓർക്കിഡാണത്. അതിൽ ധാരാളം പൂക്കളുണ്ടാവും. വലിയ കയറിങ് ഒന്നും തന്നെ വേണ്ട. ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ നല്ല വെയിൽ, കഠിനമായ വെയിലെന്ന് തന്നെ പറയാം കേട്ടോ. അത്രയ്ക്കും കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ബ്രൈഡൽ ബൊക്കെ എന്ന് പറഞ്ഞ ചെടിയാണ്. അതിൽ ധാരാളം പൂക്കളുണ്ട്. ഒരുമിച്ച് വിരിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പോൾ മൊട്ടുകളാണ് കൂടുതലും. അത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. നശിച്ചു പോയി എന്ന് വിചാരിച്ചാലും അത് എങ്ങനെയെങ്കിലും വീണ്ടും മുളച്ച് വന്ന് ധാരാളം പൂക്കളുണ്ടാവും. നിലത്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. പടർത്തി ഇങ്ങനെ കയറ്റാം. എൻ്റെ കൂടെ നമ്മുടെ ചിണ്ടപ്പൻ ഇങ്ങനെ നടക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ചെടികളും കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ പൂച്ചകളും ജൂലിയെ കുറ്റിയൊക്കെ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. കടലാസ് പൂവിൽ, അതായത് ബൊഗൈൻ വില്ലയിൽ ധാരാളം പൂക്കളുണ്ട്. ഇത് ഓറഞ്ചാണ്, അത് വിരിഞ്ഞു വരണേ ഉള്ളൂ കേട്ടോ, ഓറഞ്ച് പൂക്കൾ. അപ്പോൾ അതിനെപ്പറ്റി ഒരാൾ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചെടിയെപ്പറ്റി ഞാൻ കമൻറ്റിന് മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറൊരു വീഡിയോയിൽ ബൊഗൈൻ വില്ലയെ പറ്റി വിശദമായിട്ട് പറയുന്നതായിരിക്കും. ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ചെറിയൊരു മഴ പെയ്തപ്പോൾ ചെടികൾക്കെല്ലാം വലിയ സന്തോഷമാണ്. അത് കഠിനമായ മഴയായിട്ട് മാറിയാൽ അവർക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണല്ലോ നമുക്കും. ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, ചെടികളുടെ വീഡിയോ തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ലോങ് വീഡിയോയിൽ അങ്ങനെ അധികം എൻ്റെ മൃഗങ്ങളെയൊന്നും കാണിക്കാറില്ല. ഇവരൊന്നും എൻ്റെ മൃഗങ്ങളല്ല. അതായത് ഞാൻ വീട്ടിൽ ചെറുപ്പം മുതലേ വളർത്തി കൊണ്ടുവന്നവരൊന്നുമല്ല. എങ്ങനെയൊക്കെ ഇവിടെ എത്തിപ്പെട്ടവരാണ്. ഞാൻ ഇവിടെ വരുന്ന എല്ലാ മൃഗങ്ങൾക്കും എനിക്ക് പറ്റുന്ന പോലെ ഭക്ഷണം കൊടുക്കും. എന്ന് വെച്ചാൽ ഞാൻ വലിയൊരു പണക്കാരിയോ ഒരു കോടീശ്വര പ്രഭു ഒന്നുമല്ല കേട്ടോ. ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. ഇവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പണം തന്നെ എങ്ങനെ കണ്ടെത്തുന്നു എന്ന് എനിക്കറിയില്ല. എൻ്റെ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ഭക്ഷണം എന്നുള്ളത് എല്ലാ ജീവജാലങ്ങളുടെയും ഒരു അടിസ്ഥാനമായിട്ടുള്ള ആവശ്യമല്ലേ. അത് നിഷേധിക്കുന്നത് ശരിയാണോ? എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ശരിയാണെന്നാണ് കോടതി പറയണത്. ഇപ്പോൾ ഇന്നലെ വിധി വന്നു, ഈ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ. ഒരു 25 പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അവരെ മുഴുവൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്താണ് കോടതി അങ്ങനെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. മൃഗങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ? മനുഷ്യന് മാത്രം മതിയോ ഭക്ഷണം? ചെടികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും ഭക്ഷണം വേണമല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പട്ടികൾക്ക് മാത്രം ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല. ശരിയാണ്, അവർ അക്രമാസക്തരായ മനുഷ്യരെ ഉപദ്രവിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവും. ഓരോ മനുഷ്യന്മാരും ഓരോരുത്തരെ വല്ലാതെ ഉപദ്രവിക്കണില്ലേ? അതിനൊക്കെ അവരുടെ കാരണങ്ങളുണ്ടല്ലോ. കോടതി നീതിയും ന്യായവും പറഞ്ഞ് അവരെയൊക്കെ വെറുതെ വിടാറില്ലേ? സത്യത്തിന് പോലും ഒരു പ്രാധാന്യം കൊടുക്കാതെ നീതിയാണ് വേണ്ടത് എന്നും പറഞ്ഞ് കൊലപാതകികളെ പോലും വെറുതെ വിടാറുണ്ടല്ലേ. അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങൾ പറയാനുണ്ട്. ഞാൻ കോടതിയെ വിമർശിക്കുകയല്ല കേട്ടോ. അതിനൊരിക്കലും ഞാൻ ആളല്ല. ഞാനൊരു സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മൃഗങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ? മനുഷ്യൻ തന്നെയല്ലേ ഈ പട്ടിയെയൊക്കെ ചെന്നായ ആയിരുന്നു ആദ്യം എന്ന് കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് വേണ്ടി, നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി അവരെ കൊണ്ടുവന്ന് വളർത്തി പെറ്റുപെരുകി അവസാനം അവരെ ആർക്കും ആവശ്യമില്ലാതായി. മനുഷ്യന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവരെയെല്ലാം ഓടിച്ചു കളയണം. ഇതെല്ലാം ഭൂമിയിൽ, എല്ലാ ജീവജാലങ്ങളെയും ഭൂമിയിൽ ജീവിക്കാൻ അവകാശം ഉണ്ടല്ലേ. പക്ഷെ ഈ പട്ടികളെ മാത്രം ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവണില്ലേ. ശരിയാണ്, അവർ കടിക്കുന്നുണ്ട്, ചെറിയ കുട്ടികളെ വരെ കടിക്കുന്നുണ്ട്. അതിനും അവർക്ക് ഒരു കാരണങ്ങളുണ്ട്. അവരുടെ ചെറിയ കുട്ടികളെ വരെ ആൾക്കാർ തല്ലിക്കൊല്ലണല്ലേ. ആ ഒരു വിചാരമാണ് ആ ഒരു ചിന്തയും സങ്കടവും ആയിരിക്കും ചിലപ്പോൾ അവരെല്ലാവരെയും ഉപദ്രവിക്കുന്നത്. അവർക്കും ഉള്ളിൽ ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഭക്ഷണം എന്തായാലും എല്ലാവരുടെയും അടിസ്ഥാന അവകാശമാണ്. അത് കൊടുക്കുന്നത് തടയാൻ ആർക്കും അവകാശമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം പറയൂട്ടോ. ഞാൻ കോടതിയെ വിമർശിക്കുകയല്ല കേട്ടോ. അതിന് ഞാൻ ആളെയല്ല. എങ്കിലും വളരെ വിചിത്രമായി തോന്നി എനിക്ക് ആ പറഞ്ഞത്. എന്താന്ന് എനിക്ക് മനസ്സിലാവണേ ഇല്ല. എന്തായാലും അവർക്ക് വേണ്ടിയും വാദിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തൊക്കെ കേസ് വന്നാലും ഇവിടെ വരുന്ന പട്ടികൾക്കും പൂച്ചകൾക്കും ഒക്കെ ഞാൻ ഭക്ഷണം കൊടുക്കും കേട്ടോ. ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇതിന്റെ ഓണർ അറിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. എങ്കിൽ കൂടിയും അവരൊന്നും അറിയാതെ എങ്ങനെയെങ്കിലും ഞാൻ ഇവർക്ക് ഭക്ഷണം കൊടുക്കും. അല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഇന്നലെ ഞാൻ ആ കോടതി വിധി അറിഞ്ഞതിന് ശേഷം എനിക്ക് വല്ലാത്തൊരു വിഷമായിരുന്നു കേട്ടോ. ശരിക്കും ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടാണ് അവർ അധികം അക്രമാസക്തരാകാത്തത്. ഒട്ടും കൊടുക്കാണ്ടിരുന്ന അവർ സകലമായ ആൾക്കാരെയും പിടിച്ച് കടിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം കേട്ടോ. ഈ വീഡിയോ ആരും കാണില്ലെന്നറിയാം, കാരണം ചെടികളുടെ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടം. എങ്കിലും 10 പേര് കണ്ടാലും അവർക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾക്ക് ജീവജാലങ്ങളെ ഇഷ്ടമാണോ? ഭക്ഷണം കൊടുക്കുന്നത് ശരിയാണോ? ഒന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നെപ്പോലെ ഒരു 19 പേര് കാണുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പകുതി പേര് മൃഗങ്ങളെ ഇഷ്ടമില്ലാത്തവരാണ്. എങ്കിലും എനിക്ക് ഇവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നത്. ഞാൻ എന്താ പറയാ, സ്വന്തമായിട്ട് വീടായിരുന്നെങ്കിൽ എന്തായാലും ഒരു 3-4 ജനത്തിന് ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിയേനെ. കുറേ സ്ഥലമുള്ള ഒരാളായിരുന്നെങ്കിൽ ഞാൻ കുറേ പേരെ വളർത്തിയേനെ. സ്ഥലമില്ലാത്തത് കൊണ്ടും
സ്വന്തമല്ലാത്ത വീടായതുകൊണ്ട് മാത്രമാണ് ഇവരെയൊക്കെ ഞാൻ വീടിനകത്ത് കയറ്റി വളർത്താത്തത് കേട്ടോ. അതിൻ്റെ ഓണറുടെ അനുവാദം കൂടി നമുക്ക് വേണമല്ലോ. അവരൊട്ടും തന്നെ സമ്മതിക്കില്ല. പൂച്ചകളെ പോലും ഇഷ്ടമില്ലാത്തവരാണ് അവർ. എങ്കിലും എങ്ങനെയൊക്കെയോ ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കണു, അവരുടെ കാര്യങ്ങൾ നോക്കണു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കണേ.